ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്താ വെച്ചാൽ ചെമ്മീനാണ്. ചെറിയ നാടൻ ചെമ്മീനില്ലേ, ചെമ്മീൻ്റെ ഒരു കറി. അപ്പോൾ അത് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് 2 സവാള അരിഞ്ഞത്, പിന്നെ 2 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതൊക്കെ ഇട്ട് എല്ലാം നന്നായിട്ട് വഴറ്റുക. എല്ലാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, കുറച്ചും കൂടി 2.5 സ്പൂണ് മുളക് പൊടി. ഇച്ചിരി എരിവ് വേണം, അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല, മീൻ ഇറച്ചിയൊക്കെ ആകുമ്പോൾ ലേശം എരിവ് വേണ്ട. പിന്നെ അവരവരുടെ പാകത്തിന് എടുത്താൽ മതി. അപ്പോൾ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റുക. എണ്ണയിൽ ആ ഉള്ളിയിലൊക്കെ കിടന്ന് നന്നായിട്ട് ഈ മസാല നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴറ്റുമ്പോൾ തീ ഗ്യാസിലാണെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ അടുപ്പിലാണ് കത്തിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതാണിത്. അപ്പോൾ അത് നന്നായിട്ട് അരയണ്ട, ഒരു വിധം ഒന്ന് അരഞ്ഞാൽ മതി. ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ചതാണ്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് ഈ ചട്ടിയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് ഒന്ന് ആ മസാലയായിട്ട് ഈ അരപ്പൊന്ന് മിക്സ് ആവണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല മിക്സായതിൻ്റെ ശേഷമാണ് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചെമ്മീനില്ലേ അത് അതിലേക്ക് ഇടുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം പിന്നെ കറീൻ്റെ കുറുകൽ ഓവർ ലൂസായാൽ രുചി ഉണ്ടാവില്ല. ഇച്ചിരി കുറുകിയ പോലെ ഇരിക്കണം. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി 2 കഷ്ണം ചെറിയ പുളീൻ്റെ ഒരു 2 കഷ്ണം ചെറുത് മതി. അധികം തക്കാളി ഉണ്ടല്ലോ, പിന്നെ വലിയ മീനല്ലാത്തതുകൊണ്ട് അധികം പുളി വേണമെന്നില്ല. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയത് ചെമ്മീൻ ഇട്ട് കൊടുക്കും. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരുവിധം ഒന്നും കൂടി തിളപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ലേശം ഇച്ചിരി ചെറിയ ഉള്ളി വറുത്ത് ഇടണം അതിലേക്ക്. ഒന്ന് മൂടി വെക്കട്ടെ. മൂടി വെച്ചിട്ട് കണ്ട അപ്പോൾ പിന്നെ ഇപ്പുറത്ത് ഞാനൊരു അടുപ്പിൽ ചെറിയ ഉള്ളി ഇതാക്കാൻ വെച്ചിരുന്നു. താളിച്ച് വെച്ചപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല രുചി. ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ ഒക്കെ നല്ല രസം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.